നമസ്കാരം. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലും മധ്യ കേരളത്തിൽ എറണാകുളം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലുമാണ് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അലർട്ട് പ്രഖ്യാപിക്കാത്ത ജില്ലകളിലും സ്ഥിതി അതീവ ഗൗരവകരമാണ് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇത്തരം ഇടങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രവചനാതീതമായി മാറുന്ന പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കാനാണ് അധികൃതരുടെ നിർദ്ദേശം. കടൽക്ഷോഭവും ശക്തമായ കാറ്റും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരമാലകളുടെ ഉയരം വർദ്ധിക്കാനും തീരപ്രദേശങ്ങളിൽ കടലേറ്റം രൂക്ഷമാകാനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത കൈവിടരുത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാനും കടലിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കാനും ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മഴയുടെ തീവ്രത വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് പ്രവചനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 23-ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ വീണ്ടും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തുടർച്ചയായി ഉണ്ടാകുന്ന മഴ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് കാലവർഷം സംസ്ഥാനത്ത് പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. എൽനിനോ പ്രതിഭാസം പല ജില്ലകളിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കുന്ന വാർത്തകൾ ഉണ്ടെങ്കിലും ജൂൺ 25-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ചെറിയ ഇടവേളകളിൽ ഉണ്ടാകുന്ന ഈ മഴപ്പെയ്ത്ത് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും കാരണമാകുമോ എന്ന ആശങ്കയും ശക്തമാക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാനും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറാകാനും അധികൃതർ ആവശ്യപ്പെടുന്നു. മലയോര മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മഴയുടെ വിതരണത്തിൽ വലിയ വ്യത്യാസമാണ് ഇത്തവണ കാണപ്പെടുന്നത്. പലയിടങ്ങളിലും പെയ്യുന്ന അതിശക്തമായ മഴ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുണ്ട്. ഡാമുകളിലെ ജലനിരപ്പും അതീവ ശ്രദ്ധയോടെയാണ് അധികൃതർ നിരീക്ഷിച്ചു വരുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സംസ്ഥാനത്തെ നദികളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. മഴക്കെടുതികൾ നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങളെല്ലാം തന്നെ കൺട്രോൾ റൂമുകൾ സജ്ജമാക്കി കഴിഞ്ഞു. എന്ത് അടിയന്തര സാഹചര്യവും നേടാൻ സംസ്ഥാനം സജ്ജമാണെന്നും അധികൃതർ നൽകുന്ന ഉറപ്പുണ്ട്. ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ശക്തമായ മഴയാണ് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നതും വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴുന്നതും നിത്യസംഭവമായി മാറി. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധയോടെ വേണം ദൈനംദിന കാര്യങ്ങൾ ഇടപെടേണ്ടത്. ഒറ്റപ്പെട്ട മഴയല്ല, മറിച്ച് വ്യാപകമായ മഴയാണ് സംസ്ഥാനത്താകെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ കാണണമെന്നും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് തടയണമെന്നും നിർദ്ദേശമുണ്ട്. എന്തായാലും സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് മഴക്കെടുതികൾ സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക ചാനലുകൾ വഴി മാത്രം അറിയാൻ ശ്രദ്ധിക്കുക. എൽനിനോ പ്രതിഭാസത്തിലൂടെ കേരളത്തിൽ മഴയുടെ ശതമാനം കുറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. എന്തായാലും ഇന്നത്തെ അറിയിപ്പിലൂടെ മഴ വീണ്ടും വ്യാപകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.